കുട്ടികളെ പ്ലസ് വൺ ഫിസിക്സിലെ എൻ്റെ പ്രഡിക്ഷൻ ഡെറിവേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ബെർണോളിസ് തിയറം. അപ്പോൾ എല്ലാവരും ഒരുപാട് സമയം എടുത്ത് പഠിക്കുന്നതാണ്. ഞാൻ ഇതിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കുക, നമുക്ക് ഈ ഡെറിവേഷൻ ഷോർട്ടായി എഴുതണമെങ്കിൽ ആദ്യം കുറച്ച് കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവിടെ കാണാൻ പോകുന്ന വർക്ക് ഡൺ തെർമോഡൈനാമിക് വർക്ക് ഡൺ ആണ്. അപ്പോൾ തെർമോഡൈനാമിക് വർക്ക് ഉള്ള ഫോർമുല പ്രഷർ P × ΔV ആണ്. പക്ഷെ ബെർണോളിസ് തിയറത്തിൽ എല്ലാം പെർ വോളിയമാണ് കാണുന്നത്, അതായത് യൂണിറ്റ് വോളിയമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ΔVയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കുക. അപ്പം ഇവിടെ ഈ ഡെറിവേഷനിൽ വർക്ക് കാണാൻ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രഷർ തന്നെയാണ്. അപ്പം ഫസ്റ്റ് എയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് ആണ്, അങ്ങോട്ടാ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ പ്രഷർ മാത്രം എടുക്കുക. ഇവിടുത്തെ വർക്ക് എന്താ? P1. ഇനി ഇവിടുത്തെ പ്രഷർ എന്നത് ചോദിച്ചാൽ വർക്ക് ഡൺ ബൈ ദ ലിക്വിഡ് ആണ്. അപ്പൊ അവിടുത്തെ പ്രഷർ എടുക്കുക P2. അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ എന്ന് ഓർത്തിരിക്കുക ഈ കേസിൽ. അപ്പം എയുടെ വർക്ക് കാണാൻ പറഞ്ഞാൽ അവിടുത്തെ പ്രഷർ നോക്കുക, ബിയുടെ വർക്ക് കാണാൻ പറഞ്ഞാൽ അവിടുത്തെ പ്രഷർ നോക്കുക. P1 P2 ഇത്രയും ഓർത്തിരുന്നാൽ മതി. ദെൻ ഇതിൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എങ്ങനെ കാണുന്നത്? മാസ് ബൈ വോളിയം. ഇപ്പം മാസ് ബൈ വോളിയം, ഞാൻ വോളിയം 1 എടുക്കാനേ പറഞ്ഞേ. അപ്പൊ എന്താ? റോ ഈക്വൽ ടു എം. അതായത് നമ്മൾ ഈ ഇതിനകത്ത് എവിടേക്കാണോ മാസ് ഉപയോഗിക്കുന്നത് അത് മാറ്റി നമ്മൾ എന്ത് കൊടുക്കും? റോ കൊടുക്കും. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൈനറ്റിക് എനർജി ½ mv² ആണ്, എം മാറ്റി എന്ത് കൊടുക്കും? റോ കൊടുക്കും. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, എം മാറ്റി എന്ത് കൊടുക്കും? റോ കൊടുക്കും. റോ gh ആണ്. ഇത്രയും മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി. ഇത്രയും കാര്യം വേണ്ട, ഡെറിവേഷൻ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ. അപ്പൊ നോക്കേ, ഈ ഫിഗർ ആദ്യം പഠിക്കാം. ഫസ്റ്റ് ഇവിടെ എ, ഇവിടെ എഴുതുമ്പോഴേക്കും ഇവിടുത്തെ കൈനറ്റിക് എഴുതാൻ പറഞ്ഞ ഹാഫ്, മാസിന് പകരം എന്താ? ഡെൻസിറ്റി റോ, ഇവിടുത്തെ വെലോസിറ്റി v1². ഇവിടുത്തെ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ്, മാസിന് പകരം എന്ത് കൊടുക്കുക? റോ, ഇവിടുത്തെ വെലോസിറ്റി v2². ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ? റോ mgh ആണ്, എം മാറ്റി എന്താക്കുക? റോ g എത്ര ഹൈറ്റാ? h1. ഇവിടെ ആണെങ്കിലോ mgh ആണ്, എം മാറ്റുക റോ g h2. ആദ്യം ഈ ഫിഗർ മാത്രം പഠിക്കുക, ഈ സൈഡ് പഠിക്കണ്ട. ഈ ഫിഗർ വൃത്തിയായിട്ട് പഠിക്കുക, ഇങ്ങനെ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഒരു പോയിന്റ് എഴുതി വെച്ചോ. അവിടെ വർക്ക് ഡൺ ഇവിടെ എന്താണ്? P1 ആണ്. ഇവിടെ വർക്ക് ഡൺ എത്രയാണ്? P2 ആണ്. അതും കൂടെ അറിഞ്ഞിരിക്കാം. അപ്പൊ എളുപ്പമായിരിക്കും. ദെൻ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. നോക്കിക്കോ, ഡെറിവേഷനിൽ ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൂഫിൽ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് ഫ്രം A to B. എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ടോട്ടൽ വർക്ക് കാണണം. വേറെ ഒന്നുമല്ല, 2 വർക്കാണ്, P1 P2. ഒന്ന് ഓണും ഒന്ന് ബൈയും ആയതുകൊണ്ട്, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എന്താ? P1 - P2. കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് റോ v2² നിന്നും ഹാഫ് റോ v1² മൈനസ് ചെയ്യുക. രണ്ടിലും ഒരുപോലെ എന്ന് കൗണ്ട് ചെയ്യാരാ? ഹാഫ് റോയാ. അപ്പൊ ഹാഫ് റോ പുറത്തെടുത്ത് ബാക്കി ആരാ ഉള്ളത്? അവിടെ ഒരു v2² ഉണ്ട്, ഇവിടെ ഒരു v1² ഉണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി, ഹാഫ് റോ v2² - v1². അത്രയും പഠിച്ചാൽ മതി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഇവിടെ റോ g h1, അവിടെ റോ g h2. മൈനസ് അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ റോ g h2 മൈനസ് റോ g h1. വേണ്ട, റോ ജി പുറത്തെടു. റോ ജി × h2 - h1. അങ്ങനെ പഠിച്ചാൽ മതി. റോ ജി × h2 - h1. അടുത്ത ടോട്ടൽ ചേഞ്ച് എനർജി. സ്റ്റെപ്പ് കാണാൻ പഠിക്കണ്ട, ഈ 2 കാര്യം കൂടെ ആഡ് ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്യുക. ആദ്യം ഇതിന്റെ അടുത്ത് അവിടെ എഴുതുക, ഹാഫ് റോ v2² - v1² പ്ലസ് റോ ജി h2 - h1. ജസ്റ്റ് ഇത് 2 മാത്രം ആഡ് ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ് ഒക്കെ എളുപ്പമാണ്. അതിന്റെ സ്റ്റെപ്പ് എന്താണ്? ബൈ വർക്ക് എനർജി തിയറം അനുസരിച്ച് തിയറം എത്ര പറയുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു എനർജി എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിട്ടുള്ള വർക്കും ഇപ്പൊ എഴുതിയ എനർജി എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അപ്പം P1 - P2 ഒരു സൈഡ് ഈക്വൽ ടു, ഈ സ്റ്റെപ്പ് അതുപോലെ എടുത്ത് ഇവിടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രാക്കറ്റ് മാറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സൈഡ് P1 - P2 ഞാൻ അതുപോലെ എടുത്തേരി കണ്ട. എന്നിട്ട് എന്താ ചെയ്തേ? ഹാഫ് റോ ഇവിടെ എന്താ? v2² മൈനസ് ഹാഫ് റോ v1². ദെൻ പ്ലസ് ഇവിടെ എന്താ? റോ g h2. നടുക്ക് എന്താണ്? മൈനസ് റോ g h1. അതാണ് ബ്രാക്കറ്റ് മാറ്റുക എന്നുള്ളത്. ഇവിടെ ഹാഫ് റോ കൊണ്ട് ഈ 2 ആൾക്കാരും ഗുണിക്കുക, റോ ജി കൊണ്ട് ഈ 2 ആൾക്കാരും ഗുണിക്കുക. അത്ര എഴുതിയിട്ടുള്ളൂ. ദെൻ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ എളുപ്പമാണ്. ഒരു സൈഡ് മൊത്തം 1 കൊടുക്കുക, മറ്റേ സൈഡ് മൊത്തം 2 കൊടുക്കുക. അവിടെ എന്തുണ്ട്? P1, അവിടെ നിന്ന് ഹാഫ് റോ v1² ഇപ്പുറത്ത് കൊണ്ടുവരിക, പ്ലസ് ആവും. അടുത്ത് ഇവിടെ റോ ജി h2 ഇപ്പുറത്ത് കൊണ്ടുവരിക, പ്ലസ് ആവും. അപ്പൊ ഇവിടെ എല്ലാം പ്ലസ് കൊടുത്ത് എഴുതിയാൽ മതി. അപ്പം P1 പ്ലസ് ഹാഫ് റോ v1² പ്ലസ് റോ ജി h1. അപ്പുറത്താണെങ്കിൽ എല്ലാം 1 അല്ല, മറ്റ് 2 കൊടുത്താൽ മതി. P2 പ്ലസ് ഹാഫ് റോ v2² പ്ലസ് റോ ജി h2. അതായത്
ഈ ടേം എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ്. ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി പെർ അവൈലബിൾ, എനർജി പെർ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. അതുകൊണ്ട് ജനറൽ ആയിട്ട് ആ വണ്ണൊക്കെ മാറ്റി എഴുതിയേ. ആദ്യം എന്താ? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഫിഗർ കൃത്യമായിട്ട് പഠിക്കുക, അതിൽ ഏതാണ് കൃത്യമായി പഠിക്കുക. then ഇത്രയും സ്റ്റെപ്പ് പഠിച്ചാൽ മതി, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റ് മാക്സിമം മതി പഠിച്ചെടുക്കാൻ വേണ്ടി. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിട്ടുകളയല് ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.